പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നറിയോ? എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ? അതുകൊണ്ട് എന്റെ ഓഫീസിന് വേണ്ടി ഞാൻ എത്ര പാടുപെട്ടിട്ടുണ്ടെന്നറിയോ? ഈവൻ ഹർത്താൽ ദിവസം പോലും ഞാൻ പോയിട്ട് ഓഫീസിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തിട്ടുണ്ട്. അത്ര ആത്മാർത്ഥമായി ഞാൻ പണിയെടുത്തിട്ടും ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ. ആരും അറിഞ്ഞിട്ടില്ല എന്റെ കഷ്ടപ്പാട്. ഞാൻ ചെയ്തതൊന്നും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇങ്ങനെ പറഞ്ഞ് ദുഃഖിക്കുന്ന ഒരുപാട് പേരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, ഇത് പഴയ കാലമല്ല. ലെറ്റ്സ് ബി മോർ റിയലിസ്റ്റിക്. ഇന്നത്തെ കാലത്ത് ഒരു കാര്യം ചെയ്യാൻ അറിയാം എന്നുള്ളത് കൊണ്ട് മാത്രമായില്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവരെ അറിയിക്കണം എന്നുള്ളത് കൂടി ഇന്നത്തെ ഒരു ജനറേഷനിൽ നീഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു കഥ കേട്ടിട്ടുണ്ടോ? ഒരു കുതിരയുടെയും ഒരു ആടിന്റെയും കഥ. കഥ എന്താ അറിയോ? ഒരു ആൾക്കൊരു കുതിര ഉണ്ടായിരുന്നു. ആ കുതിര എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ കുതിരയായിരുന്നു. അയാൾ ഒത്തിരി മത്സരങ്ങളിലൊക്കെ വിൻ ചെയ്യിച്ചിട്ടുള്ള കുതിരയായിരുന്നു. ഒരു ദിവസം ഈ കുതിരയ്ക്ക് അസുഖം വന്നു. അസുഖം വന്നു എന്ന് പറഞ്ഞാൽ വൈറസ് പിടിച്ചേ. അപ്പോ ഇതിനെ നോക്കാൻ വന്ന ഡോക്ടർ പറഞ്ഞു, ഞാൻ 3 ദിവസത്തേക്ക് മരുന്ന് തരാം. ഈ 3 ദിവസത്തെ മരുന്നിലും ഈ കുതിര എണീറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഈ കുതിരയെ രക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ കുതിരയെ നമ്മൾ കൊന്നുകളയണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ വൈറസ് ബാക്കിയുള്ള എല്ലാവർക്കും കൂടെ പിടിക്കും. എല്ലാവരുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇത് പറയുന്നത് അടുത്ത് കിടന്ന ഒരു ആട് കേട്ടോണ്ടിരുന്നത്. ആട് വിചാരിച്ചു, ഓ ഈ കുതിര പാവം തന്നെ, ഇത് എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതിനെ ഞാനൊന്ന് സഹായിച്ചേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഈ ആട് പതുക്കെ കുതിരയുടെ അടുത്ത് നിന്ന് പറയും, ഹേ കുതിരേ, നീ മരുന്ന് തരുമ്പോഴത്തേനും ഇങ്ങനെ അലസമായിട്ട് കിടക്കരുത്, നീ ഒന്ന് ട്രൈ ചെയ്യണം എണീക്കാൻ. 3 ദിവസത്തിലും നീ എണീറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ നിന്നെ കൊന്നുകളയും കേട്ടോ. ഇത് കേട്ടപ്പോഴത്തേനും ആദ്യ ദിവസം കുതിര വിചാരിച്ചു, ഓ എനിക്ക് തീരെ ക്ഷീണ, എനിക്ക് എണീക്കാൻ വയ്യ എന്ന് വിചാരിച്ചു കുതിര എന്ന് കിടന്നു. 2ാമത്തെ ദിവസവും ഡോക്ടർ വന്ന് മരുന്ന് കൊടുത്തു. ഇതേ ഡയലോഗ് നമ്മുടെ ഡോക്ടർ ഇതിന്റെ ഓണറോട് പറയുന്നത് ആട് കേട്ടു. ആട് വീണ്ടും പോയി കുതിരയുടെ അടുത്ത് കുതിരയോട് പറഞ്ഞു, കമോൺ എണീക്ക്, നീ ചെയ്യ, നിന്നെ കൊണ്ടത് പറ്റും. ഇത് പറഞ്ഞ് ഫുൾ എൻകറേജ്മെന്റ് കൊടുക്കുകയാണ് നമ്മുടെ ആട്ടുംകുട്ടി. അങ്ങനെ കൊടുത്തു കുതിരയ്ക്ക് 2ാമത്തെ ദിവസം രാത്രി ആയപ്പോൾ തോന്നി, ഷോ ഇനി ഇങ്ങനെ കിടന്നാൽ ശരിയാവും തോന്നില്ല, ഞാനൊന്ന് ശ്രമിക്കണം എണീക്കാൻ, ശ്രമിച്ചാൽ എന്നെ കൊണ്ട് പറ്റുമായിരിക്കും. ഇങ്ങനെ ആട് പറഞ്ഞത് കേട്ട് രാത്രി ആയപ്പോഴത്തേനും കുതിര പതുക്കെ ഒന്ന് എണീറ്റ് നിന്നപ്പോഴത്തേനും ദേ കിടക്കുന്നു ഇട്ടും താഴെ. അപ്പൊ കുതിര വിചാരിച്ചു, ഇല്ല എന്നെ കൊണ്ട് പറ്റില്ല. 3ാമത്തെ ദിവസമായി, ഡോക്ടർ വന്നു, മരുന്ന് കൊടുത്തു. ഇതേ ഡയലോഗ് അതിന്റെ ഓണറോട് പറയുന്നത് ആട് കേട്ടു. ആട് വീണ്ടും ചെന്ന് കുതിരയോട് പറഞ്ഞു, നോക്കൂ കുതിരേ, ദിസ് ഇസ് ദ ലാസ്റ്റ് ഡേ, കം ഓൺ, യു ഷുഡ് ഡു ഇറ്റ് ആൻഡ് യു ക്യാൻ ഡു ഇറ്റ്. ഈ ആട് പറയുന്നത് കേട്ടിട്ട് കുതിര എന്തോ ഇതെന്ന് അറിയോ? ഇനി ഞാൻ എന്തായാലും കിടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ എണീറ്റിരിക്കും എന്ന് പറഞ്ഞിട്ട് കുതിര സർവ്വശക്തിയും ഉപയോഗിച്ച് അങ്ങ് എണീറ്റു. എന്നിട്ട് പതുക്കെ ഒരു 2 റൗണ്ട് അങ്ങനെ ഓടി. ഇത് ഓണർ കണ്ടപ്പോ ഓണറുണ്ടായ സന്തോഷം പറയാനുണ്ടോ? ഓണർ വിചാരിച്ചു, ആ നമ്മുടെ കുതിര രക്ഷപ്പെട്ടു, വണ്ടർഫുൾ, നന്നായി എന്ന് ഒരു ആളും ഭയങ്കര സന്തോഷം വന്നു. എന്നിട്ട് ഓണർ എന്ത് ചെയ്തു അറിയോ? പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആൾക്കാരെ വിളിച്ചു, വരൂ, നമ്മുടെ കുതിര എണീറ്റത് കണ്ടില്ലേ, നമുക്കിത് ആഘോഷിക്കണ്ടേ, വേഗം ചെന്ന് നമ്മുടെ ആടിനെ വെട്ടു, കറിയാക്കും. ആടാരായി? ഇതാ പറയണത്, ചിലപ്പോ ചെയ്യുന്നത് മുഴുവൻ നമ്മളായിരിക്കും. ഈ കുതിരയ്ക്ക് വേണ്ട എൻകറേജ്മെന്റ് മുഴുവൻ കൊടുത്തത്, അതിന് എണീക്കാൻ കാരണമായത് ഒരേ ഒരാളായിരുന്നു, ആട്. പക്ഷെ ആരെങ്കിലും അറിഞ്ഞോ അത്? അവിടെ ആട് കാണിച്ചതിൽ ഒരു ചെറിയ മണ്ടത്തരം ഇല്ലേ? ഈ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞതുകൊണ്ട് പലപ്പോഴും ഇത് എസ്പെഷ്യലി ഇതാവുന്നത് കരിയറിന്റെ കാര്യത്തിലാണ്. നമ്മളായിരിക്കും ഒരു പക്ഷെ എല്ലാം ചെയ്യുന്നത്, പക്ഷെ നിങ്ങളുടെ ബിഗ് ബോസ് അതൊന്നും അറിയുന്നുണ്ടാവില്ല. പേരെടുക്കുന്നത് അത്രയും ഇടയിൽ നിൽക്കുന്ന വേറൊരാളായിരിക്കും. അവസാനം അത് എൻഡ് ഓഫ് ദി ഡേ, ഷോ ഞാൻ ഇത്രയും പെടാപ്പാട് പെട്ടിട്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നത് കൊണ്ട് ആയില്ല. പകരം ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം പ്ലാനിങ്ങോടുകൂടി കൃത്യതയോടുകൂടി ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. At the end of the day, remember, we are born to win.